ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ടോർച്ച് ഉണ്ട്. ഈ ടോർച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഇന്നത്തെ വീഡിയോ. ഈ ടോർച്ച് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് 150 രൂപ ചിലവിലാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ റീചാർജബിൾ ആയിട്ടുള്ള നല്ല ടോർച്ച് മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. മാത്രമല്ല എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇലക്ട്രോണിക് ഷോപ്പിലും മറ്റിലും കൊണ്ടുപോയി കൊടുക്കാൻ നമുക്ക് ചിലതൊന്നും ശരിയാക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇതിലത്തെ ഒരു ടോർച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഈട് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിനെന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ കിട്ടുന്ന കമ്പോണൻസ് വെച്ചാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോർച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ടോർച്ച് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന കമ്പോണൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് ഞാൻ നമുക്ക് 3 വോൾട്ടിൻ്റെ LED എടുത്തിട്ടുണ്ട്. ഈ LEDക്കകത്ത് ഹീറ്റ് സിങ്ക് സപ്പോർട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ചാർജിങ് മൊഡ്യൂൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ 3.7 വോൾട്ടിൻ്റെ 2 ലിഥിയം അയൺ ബാറ്ററീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ചാർജിംഗ് ബോർഡിന് ആവശ്യമായ ഒരു ഫീമെയിൽ സോക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ടോർച്ചിൻ്റെ ബോഡി നിർമ്മിക്കാനായിട്ട് നമുക്ക് ഒരു PVC റെഡ്യൂസറും അതുപോലെ തന്നെ അതിനകത്ത് ജോയിൻ്റ് ആവുന്ന ഒരു PVC പൈപ്പിൻ്റെ ഒരു ശകലം പീസും എടുത്തിട്ടുണ്ട്. ടോർച്ചിൻ്റെ റിഫ്ലക്ടറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് എടുത്ത റിഫ്ലക്ടറാണ്. നമുക്കിനി LED നിന്നുള്ള പോസിറ്റീവ് ലൈനും നെഗറ്റീവ് ലൈനും സോൾവ് ചെയ്തെടുക്കാം. LED തന്നെ പോസിറ്റീവ് ലൈനും നെഗറ്റീവ് ലൈനും എഴുതിയിട്ടുണ്ട്. നമുക്കതനുസരിച്ച് സോൾവ് ചെയ്താൽ മതി. ഇനി ഈ റിഫ്ലക്ടറിലോട്ട് ഞാൻ ഈ LED സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഈ LED സെറ്റ് ആവുന്ന രീതിയിലുള്ള റിഫ്ലക്ടറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുകൊണ്ടുള്ള കറക്റ്റായിട്ട് സൂട്ട് ആവുന്ന റിഫ്ലക്ടർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൽ നിന്ന് LED ഇളകി പോരിക്കാൻ വേണ്ടി 2 സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ LED നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡ്യൂസറിനകത്തോട്ട് നമ്മൾ ഈ റിഫ്ലക്ടർ സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് വയർ ഇതിനകത്തോട്ട് എടുത്ത് പുറത്തോട്ടിടാം. എന്നിട്ട് നമുക്കിത് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അധികം നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ റെഡ്യൂസറിനകത്ത് നമ്മുടെ LEDയും അതുകൊണ്ട് റിഫ്ലക്ടർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ സാൻഡ് പേപ്പർ ഇട്ട് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് സ്വിച്ച് വെക്കാൻ വേണ്ടി ഒരു ഹോൾട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഈ ഒരു ഭാഗത്തിട്ടാണ് ഹോൾട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ PVC പൈപ്പ് സ്വിച്ച് വെക്കാൻ പരുവത്തിന് ഹോൾട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്ന ബൾബിൻ്റെ പോസിറ്റീവ് കണക്ഷൻ നമുക്ക് ഇവിടെ വെച്ച് സ്വിച്ചിലോട്ട് കണക്ട് ചെയ്യാം. പിന്നീട് നമുക്കിത് പറ്റത്തില്ല, അതുകൊണ്ട് ഇപ്പം തന്നെ നമുക്കെല്ലാം കണക്ട് ചെയ്യാം. പോസിറ്റീവിലേ നമ്മൾ എടുത്തിട്ടുണ്ട് പുറത്തോട്ട്. ഈ ഒരു സ്വിച്ചിലോട്ട് നമ്മൾ ഈ വയർ സോൾഡിന് മുമ്പ് തന്നെ നമ്മൾ സ്വിച്ചിൻ്റെ നട്ട് ഇതുകൊണ്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തില്ല പിന്നീട് സ്വിച്ച് മുറുകത്തില്ല. അപ്പം നമ്മൾ പിന്നീട് ഇത് നട്ടിടാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഈ ഒരു നട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിലോട്ട് സോൾഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ലെഗിലോട്ട് നമ്മൾ LED നിന്ന് വരുന്ന ഒരു ലെഗ് സോൾഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ സ്വിച്ചിൻ്റെ അടുത്തൊരു ലെഗിൽ നിന്ന് നമുക്കൊരു വയർ സോൾഡ് ചെയ്ത് പുറത്തോട്ട് എടുക്കാം. നമുക്ക് ആ വയറും ഇതിനകത്തൂടെ കയറ്റി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ സ്വിച്ച് ഈ PVCയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ LEDയിൽ നിന്ന് വരുന്ന നെഗറ്റീവും പോസിറ്റീവും ലൈൻ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് LEDയിൽ നിന്ന് 2 വയറും ഈ ഒരു ബാറ്ററി റീചാർജിങ് മോഡിലോട്ട് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മോഡുകളിൽ 4 ടെർമിനൽ വരുന്നുണ്ട്. ഇത് 2 ഇത് 2. ഇത് ബാറ്ററിയുടെ നെഗറ്റീവും ഇത് ബാറ്ററിയുടെ പോസിറ്റീവും കൊടുക്കുന്ന ടെർമിനലാണ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു 2 ടെർമിനലിലോട്ട് നമുക്ക് ഈ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈനൂടെ സോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുവാണ്. അടുത്തായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ കണക്ഷനോട് കൊടുത്തെടുക്കാം. ഈ ബാറ്ററി ഞാനിവിടെ പാരലായിട്ടാണ് കൊടുക്കുന്നത്. സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുതൽ വരും. അത് നമ്മുടെ LEDക്ക് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പാരലായിട്ട് എടുക്കുന്നത്. പാരലായിട്ട് എടുക്കാൻ വേണ്ടി ഞാനിവിടെ 2 ബാറ്ററിയുടെ നെഗറ്റീവ് തമ്മിൽ ഒരുമിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു ലൈനൂടെ പുറത്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും പുറത്തെടുക്കുകയാണ്. അതിനകത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു വയർ ഇട്ടിട്ടുണ്ട് നമ്മുടെ കണക്ഷൻ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ 2 വയറുമാണ് നമ്മുടെ ഇതിൻ്റെ ഔട്ട് വരുന്നത്. ഇനി നമുക്കിത് ഇൻസുലേറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഈ 2 ബാറ്ററിയും ഒറ്റ കണക്ഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചാർജിങ് മോഡിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ബാറ്ററിയുടെ നെഗറ്റീവ് സോൾഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പോസിറ്റീവും സോൾഡ് ചെയ്യാം. അങ്ങനെ LEDയിൽ നിന്നുള്ള കണക്ഷനും ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷനും നമ്മൾ ഈ ചാർജിങ് മോഡിലോട്ട് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ PVC ഷീറ്റ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കൂട്ടൊരു ഹോൾട്ട് കൊടുക്കാം. ഇനി ഈ ഹോൾട്ട് വെച്ച PVCയിലോട്ട് നമ്മൾ ഇതുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള ഫീമെയിൽ സോക്കറ്റോടെ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ചാർജിങ് പിന്ന് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫീമെയിൽ സോക്കറ്റിൻ്റെ പോസിറ്റീവ് ലെഗിൽ നിന്ന് നമുക്കൊരു കണക്ഷൻ സോൾഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെഗറ്റീവ് ലെഗിൽ നിന്നും ഒരു കണക്ഷൻ സോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു ചാർജിങ് ബോർഡിൽ ചാർജ് ചെയ്യുന്ന യൂണിറ്റാണ് വേണ്ടത്. ഈ ചാർജിങ് ഒരു പിന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിന്നിന് പകരം ഞാൻ ഈ ഒരു പിൻ ആക്കുവാണെന്നേ ഉള്ളൂ. അതിനുവേണ്ടി ഇവിടെ പ്രത്യേകം നമുക്ക് ഇഷ്ടമുള്ള പിൻ കൊടുക്കാൻ വേണ്ടി ഈ ബോർഡിൽ തന്നെ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ 2 ലൈനിൽ സോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടൊരു പിന്ന് വെളിയിലെടുക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ബോർഡ് മാത്രമായിട്ട് വെക്കുകയാണെങ്കിൽ അതായാലും മതി. കാരണം ഈ ഒരു ബോർഡ് ഫിക്സ് ചെയ്ത് വെക്കാൻ പാടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു
ഫീമെയിൽ സോക്കറ്റ് സെപ്പറേറ്റ് കൊടുത്ത് വെളിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കണക്ഷൻ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോയിരുന്നാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും ഇതിലോട്ട് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആ ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് പോസിറ്റീവ് കണക്ഷൻ ഞാൻ സോൾവ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ സോക്കറ്റിൽ നിന്ന് ഒരു നെഗറ്റീവ് കണക്ഷൻ ഞാൻ ഈ ബോർഡിലോട്ട് സോൾവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ഇതിൻ്റെ എല്ലാ കണക്ഷനും സോൾവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു പിന്ന് ഇങ്ങോട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ചാർജ് ചെയ്താലും ബാറ്ററിക്കകത്ത് ചാർജ് കയറും. ഞാൻ ജസ്റ്റ് ഈ ഒരു പിൻ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കാണിക്കാം. ഈ പിൻ അങ്ങോട്ട് കുത്തുമ്പോൾ കണ്ടില്ലേ റെഡ് ലൈറ്റ് കത്തുന്നത്, അത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഇൻഡിക്കേഷനാണ്. ഇവിടെ കൊണ്ട് കുത്തിയാലും കുഴപ്പമില്ല, ഈ ഒരു ബോർഡിനകത്ത് ഇവിടെ കൊണ്ട് കുത്തിയാലും ചാർജ് ആകും. പക്ഷേ ഈ ഒരു ബോർഡ് ഇതിനകത്ത് ഇതുകൊണ്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുകൊണ്ടൊക്കെ ചാർജ് ചെയ്യാൻ പിന്ന് സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ഒരു പിൻ എടുത്തിരിക്കുന്നത്. ഈ പിന്നിലാകുമ്പോഴും സെയിം തന്നെയാണ്. ഇനി നമുക്കെല്ലാം ഇതിനകത്തോട്ട് അസംബിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് തെർമോക്കോളോ സ്പോഞ്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് തള്ളി കൊടുക്കാം. ഇതകത്ത് പോയി സ്വിച്ചിൽ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു ചെറിയ ഗ്യാപ്പ് നിൽക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിയോട് ഇറക്കി കൊടുക്കാം. നമുക്ക് ബാറ്ററി സ്റ്റഡി ആയിട്ടിരിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് തെർമോക്കോളിൻ്റെ സൈഡിലോട്ട് ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചാർജിങ് മൊഡ്യൂളിലോട്ട് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു തെർമോക്കോളിൻ്റെ പീസ് ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ ചാർജിങ് പിൻ ഇറക്കി കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഇൻസുലേറ്റ് ചെയ്യുകയാണ്, ഇത് ഒന്ന് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് ഈ ചാർജിങ് പിന്നോട് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ ഇട്ട് നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിൻ്റെ അധികം നിന്ന PVCയുടെ ഭാഗങ്ങളെല്ലാം സാൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോർച്ചിൻ്റെ പണി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ടോർച്ചിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ടോർച്ച് ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് മറ്റേ റീചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഇൻഡിക്കേറ്റർ ആ ബോർഡിനകത്ത് കത്തും, അതായത് റീചാർജബിൾ മൊഡ്യൂളിൻ്റെ ബോർഡിനകത്ത് കത്തും. ആ ഇൻഡിക്കേറ്റർ പക്ഷേ നമുക്ക് വെളിയിൽ കാണാത്ത രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒന്നിൽ ആ LED നമുക്ക് പുറത്തോട്ട് വേറെ കണക്ഷൻ എടുത്ത് നമുക്ക് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ LED കാണുന്ന രീതിയിൽ നമുക്ക് എവിടെയും ആ ബോർഡ് തിരിച്ച് വെച്ചിട്ട് 2 ഹോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ LED കാണുന്ന രീതിയിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഈ ടോർച്ചിനെ കുറിച്ച് എടുത്ത് പറയാൻ, നമ്മൾ ഫ്രണ്ടിലാണെങ്കിൽ നമ്മളിതിനകത്ത് ഗ്ലാസ് ചെയ്തിട്ടില്ല. ഈ ഒരു പരുവത്തിനുള്ള ഗ്ലാസ് എനിക്ക് കിട്ടിയില്ല. പിന്നെ എടുത്ത് പറയാനുള്ളത്, പിന്നെ ഫുൾ ടൈം കത്തിച്ചിട്ടുള്ളൊരു സ്വിച്ച് ഞാൻ കൊടുത്തിട്ടില്ല, പ്രസ് ബട്ടണാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ കത്തത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവാനോ അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോർച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യാം.